എറണാകുളം പെരുമ്പടപ്പ് നിവാസികൾക്ക് രാത്രികാലങ്ങളിൽ സ്വസ്ഥമായൊന്നും ഉറങ്ങാൻ കഴിയാറില്ല. കുടിവെള്ളം പോലും ഇല്ലാതെ വർഷങ്ങളായി അവർ ദുരിതത്തിലാണ്. വേമ്പനാട് കുമ്പളങ്ങി കായലിൽ നിന്നുള്ള വേലിയേറ്റവും വേലിയിറക്കവുമാണ് അവിടുത്തെ ജനങ്ങളുടെ പേടി സ്വപ്നം. പെരുമ്പടപ്പ് നിവാസികൾക്കൊപ്പമുണ്ട് ഞങ്ങളുടെ പ്രതിനിധി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, ഈ വേലിയേറ്റവും വേലിയിറക്കവും അവരുടെ അടിസ്ഥാന വിഷയമായി മാറാൻ തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി? ഈ വിഷയം എന്തുകൊണ്ട് ഇതുവരെ മറ്റ് അധികൃതരുടെ അടുത്ത് എത്തിയില്ല എന്നത് ഒരു ചോദ്യമാണ്. അവർ നമ്മുടെ കൂടെ ചേരുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, കൂടുതൽ വിവരങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വർഷങ്ങളായി ഈ ഒരു പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ജീവിത രീതി തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. ചേച്ചി, ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാ? ഇവിടുത്തെ വീടുകളിലും വെള്ളം കയറും. കുറെ ആൾക്കാരുടെ ഒക്കെ മുറ്റത്തൊക്കെ നിറച്ചും വെള്ളമാണ്. പിന്നെ ചില വീടുകളിൽ അകത്ത് കയറും വെള്ളം. അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ആണ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വെള്ളം സ്ഥിരമായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേണ്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പൊ മുറ്റത്തൊക്കെ ഇത്തിരി കുറവുണ്ട്, അത്ര ഉള്ളു. വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേ, കുറഞ്ഞും കൂടിയും കുറഞ്ഞു. ഇന്നിപ്പോ 2 ദിവസം കൂടുതലാണെങ്കിൽ 2 ദിവസം കുറവായിരിക്കും. പിന്നെ 2 ദിവസം പിന്നെയും കൂടിയാണെങ്കിൽ പിന്നെയും കുറയും. ഇപ്പൊ രാത്രിയാണ് കയറണത്. രാത്രി കയറിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഇറങ്ങും വെള്ളം. നേരത്തെ 2-3 പ്രാവശ്യമൊക്കെ കയറും വെള്ളം. രാത്രിയൊക്കെ കയറിക്കഴിഞ്ഞാൽ ഞങ്ങളിത് ഇങ്ങോട്ട് പോകാത്തൊക്കെ വെള്ളം കയറിക്കഴിഞ്ഞാൽ ആണ്. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക് ഉള്ളത്. കുടിവെള്ളം ഏറ്റവും കയറി കഴിഞ്ഞ പിന്നെ പറയണ്ടേ, ഈ വെള്ളം തന്നെയാണ് ആ പൈപ്പിൽ കൂടെ ഞങ്ങൾക്ക് കിട്ടണത്. ചീഞ്ഞ വെള്ളമാണ്, മണവും ഉപ്പും. ഈ കുടിവെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം ഏറ്റവും കയറി കഴിഞ്ഞ പ്രശ്നം ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാവും. വെള്ളം ഏറ്റവും കയറി പിന്നെ ഈ ഇത് കണ്ടില്ലേ, ഈ ചേറും ചെളിയും എല്ലാം ഇങ്ങനെ ഇതായി കിടക്കണം. നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മൾ നീന്തി നടക്കണത്. സ്കൂളിൽ പോണതും പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പോണത് ഈ ഇവിടെ നിന്ന് ഇറങ്ങിയാലും പിന്നെ അങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങിയാലും ഈ വെള്ളം നീന്തി തന്നെ വേണം പോകാൻ. മുട്ടറ്റം വരെ വെള്ളമാണ് റോട്ടിലും. അംഗൻവാടിയുടെ വാതിക്കലും ഒക്കെ വെള്ളമാണ്. ഈ വെള്ളം ഇങ്ങനെ കുടിവെള്ളം ഡെയിലി വാങ്ങും. 60 രൂപ കൊടുത്ത് ബോട്ടിൽ വെള്ളം വാങ്ങും. അല്ലാതെ പിന്നെ എന്തെങ്കിലും കുടിക്കാൻ പറ്റണില്ലല്ലോ. നമ്മ പാർട്ടിക്കാരെ ആരെയും ഒന്നും പറയണില്ല. നമ്മുടെ അവസ്ഥ പറയണ്ടേ? നമുക്ക് ഇവിടുത്തെ കൗൺസിലറിനോട് പറയാൻ പറ്റുള്ളൂ. കൗൺസിലറിന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റണില്ല എന്നുള്ളതാണ്. കുടിവെള്ള ടാങ്കിൽ വരെ ഏറ്റവും കയറിയ വെള്ളം കയറി, മനസ്സിലായി. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വന്നത് അടിക്കണതൊക്കെ ഇങ്ങനത്തെ വെള്ളമാണ് വന്നത്. ഞങ്ങൾ പിന്നെ ആരോട് പറയണം? ഇതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാ ഒന്നും പറയണില്ല. ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടണം. ഈ ഉപ്പുവെള്ളം കയറണതും കുടിക്കാനുള്ള വെള്ളം കിട്ടണം. ഡെയിലി 60 രൂപ കൊടുത്ത് എന്നുള്ളത് നടക്കണ കാര്യമല്ല. അപ്പൊ അതിലൊരു ശാശ്വത പരിഹാരം. അതിന് ഞങ്ങൾ പറഞ്ഞു മേലധികാരിയുടെ അടുത്ത് ഞങ്ങളും വരാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. ഞങ്ങൾക്ക് ഇത്രയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അവരുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. വരാമെന്ന് പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം ഇല്ലല്ലോ. വർഷങ്ങളായിട്ട് ഇത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കണേ. വഴി ശരിയാക്കാം, കാണ പൊക്കിയതുകൊണ്ട് വഴി പൊക്കിയതുകൊണ്ട് ഇതിനൊരു പരിഹാരം ആവണില്ല. അതിനൊരു പരിഹാരം കാണുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കോരലൊന്നും പറഞ്ഞിട്ട് വന്നിട്ട് കോരലൊന്നുമില്ല. റോഡുകളിലൊക്കെ റോഡും അവിടെ പോയി നോക്കിയാൽ കാണാം. നമുക്ക് നടന്നു പോകാം അതിൽ കൂടെ. അത്ര മണ്ണ് വന്ന് നിക്കണേ. അതൊന്നും ചെയ്യാതെ കണ്ട ഇതൊന്നും ഒരു പരിഹാരം ആവില്ല. വെള്ളം കയറും, വെള്ളത്തിൽ കൂടെ നീന്തിപ്പോവും. ഈ അംഗൻവാടിയിലോട്ടൊക്കെ വന്നെ 3 വയസ്സുള്ള കുട്ടികൾ ഈ വെള്ളത്തിൽ ചവിട്ടിയാണ് കയറിപ്പോണത്. അവിടെ സ്ഥിരം വെള്ളമാണ്. ഇതൊക്കെ നമ്മ പറയാതെ തന്നെ ആൾക്കാർക്ക് കാണാവുന്നതാണ്. കൗൺസിലർ ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുമ്പോഴും കാണുന്നതാണ്. മേലധികാരികളെല്ലാവരും കാണുന്നതാണ്. അപ്പൊ പിന്നെ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? വർഷങ്ങളായിട്ട് ഇത് തന്നെ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണത്. ഓരോ ആൾക്കാർ വരുമ്പോഴും ഞങ്ങൾ വഴി ശരിയാക്കും, മാറ്റം കയറണത് ശരിയാക്കും, ഇത് തന്നെ പറയണത്. പക്ഷെ ഇതൊന്നും നടപടിയാവണില്ലല്ലോ. പക്ഷെ ഇതൊന്നും നമുക്ക് മുന്നേയുള്ള ആൾക്കാർ നീങ്ങണ്ടേ? അല്ലാതെ ഇതൊന്നും ശരിയാവില്ല. ഞങ്ങൾ ആദ്യം വെള്ളക്കെട്ട് പരിഹരിച്ചു തരും എന്നാണ് ആദ്യം പറയണ. എന്നിട്ട് ഇപ്പോഴും ഇത്ര വർഷങ്ങളായിട്ടും ഞങ്ങൾ ഇത് എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എവിടെ എല്ലാവരും കുപ്പിവെള്ളോട് മേടിക്കണത്
കുപ്പിവെള്ളമാണ് എല്ലാവരും മേടിക്കണത്, എന്തേലും കുടിക്കാൻ. രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും വെള്ളം കയറണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെയൊക്കെ വീട്ടില്. പിന്നെ ജോലി ചെയ്യണത് കഴുകിയിട്ടാണ് പിന്നെ പണിക്ക് പോണത്. കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം വെള്ളം കയറുമായിരുന്നു. ഈ മരുന്ന് കഴിക്കുന്ന പോലെ 3 നേരം കയറും, രാവിലെ, ഉച്ചക്ക്, രാത്രി. ചിലപ്പോ നമ്മൾ ഇറങ്ങാൻ തിരിച്ചു വേണം അകത്തേക്ക് കയറണമെങ്കിൽ. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇത്. ഇപ്പൊ ഈ 2-3 ദിവസം വെള്ളത്തിലാണ്. അത്രക്കും അവസ്ഥ മോശമാണ്. അടുക്കളയിലൊക്കെ പാചകം ചെയ്യണതൊക്കെ വെള്ളത്തിൽ നിന്നുണ്ട്. എന്തോരം ബക്കറ്റ് വെള്ളം കോരി കളഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം കോരി നമുക്ക് പുറത്തു നിന്നാണ് ചെയ്തത്. വെള്ളം കൊടുത്താലോ ഭക്ഷണം കൊടുത്താലോ ഒന്നും കഴിക്കാറില്ല. കാരണം ഈ നമ്മളതുമായിട്ടാണെങ്കിൽ തുടങ്ങി. പുതിയ ബിൽഡിംഗ് ആണ്, ആകെ 2-3 കൊല്ലമായിട്ടുള്ള ഇത് പണിതിട്ട്. ഇട്ട് ഉപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ പൊടിയാണ് നമ്മൾ ശ്വസിക്കണം. ആ ഫാനൊക്കെ ഇടുമ്പോ മൊത്തം കിടന്ന് കറങ്ങല. അതുകൊണ്ട് നമുക്കിപ്പോ ശ്വാസം മുട്ടലായി. ഒരസുഖമില്ലാത്ത എനിക്കിപ്പോ ശ്വാസം മുട്ടലും ചുമ കഴിഞ്ഞിട്ട് നേരെയില്ല. ആഴ്ചയിൽ ചുമയാണ്. 2 ദിവസം ഒരാഴ്ചയൊക്കെ ഇച്ചിരി ആശ്വാസം കിട്ടും. പിന്നെ ഇത് ചുമയ്ക്ക പൊടിയെല്ലാം ഉള്ളിലേക്ക് ചെല്ലണത്. നമുക്ക് വീട് വിറ്റിട്ട് പോകാൻ പറ്റുമോ? ഇത് ആരെങ്കിലും വാങ്ങിക്കോ? ഈ വെള്ളക്കെട്ടുള്ള വീട് ആരെങ്കിലും വാങ്ങിക്കുവോ? ആരും വാങ്ങിക്കില്ല. പിന്നെ നമ്മളിത് മരണം വരെ ഇത് കിടന്ന് അനുഭവിക്കുക, അത്ര തന്നെ. വണ്ടിയൊക്കെ തുരുമ്പ് ഓടിക്കണേ മൊത്തം. ഈ വെള്ളത്തിൽ കൂടി വണ്ടി ഓടിച്ചിട്ടേ, ബൈക്കുകളും കാറുകളും എല്ലാം ഈ ഉപ്പുവെള്ളത്തിൽ കൂടി ഓടിച്ച് എല്ലാം വണ്ടി മോശമാകുന്നു. ശരിക്കും കോർപ്പറേഷനിൽ ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന്റെ യാതൊരു നമുക്കില്ല. മനസ്സിലായേ? ഇട്ടേക്കണേന്നറിയാമോ? ഞങ്ങക്ക് നിവർത്തിയില്ല. എന്റെ മോന്റെ വണ്ടി ഇപ്പൊ 4 പ്രാവശ്യമായി നന്നാക്കണത്. എന്താണ്, വെള്ളത്തിലല്ലേ. ഞങ്ങളുടെ മുറ്റത്തേക്ക് ആണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? പിള്ളേര് ക്ലാസ്സിൽ പോണത് സോക്സ് ഷൂ ഒക്കെ കൈ പിടിച്ച് മെയിൻ റോഡ് എത്തുമ്പോഴാണ് ഇടണത്. എന്ത് ചെയ്യും? കാല് കഴുകാനൊക്കെ പറ്റും. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് ഈ എന്റെ തൃപ്പണത്തിലാണ് കാല് കഴുകണത്. അപ്പൊ കാലൊക്കെ ചൊറിഞ്ഞു പൊട്ടണ ഈ അവസ്ഥ കാരണം.